എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 7-ാം തീയതി നമ്മുടെ ഓണാഘോഷം ഒഫീഷ്യലായിട്ട് അവസാനിക്കേണ്ട ഒരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 20-ാം തീയതിയിലേക്ക് നമ്മുടെ പ്രോഗ്രാം മാറ്റപ്പെട്ടു. അന്ന് വലിയൊരു നന്ദി പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ പറയാൻ സാധിച്ചില്ല. അത് ഈ തരണത്തിൽ കുറച്ച് പേര് നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും വിജയമാക്കി തീർക്കാനായിട്ട് നമ്മളെ സഹായിച്ച കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേരെ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മെയിൻ സ്പോൺസറായ ഷിജു രാജപ്പൻ, അതേപോലെ തന്നെ നമ്മുടെ ഓണം പരിപാടിയുടെ സ്പോൺസേഴ്സായ ടീം ജാക്ക്, വിമാർട്ട്, ഈസി മൈഗ്രെയിൻ ആൻഡ് ബീവർ, ഇവരെ ഇത്തരണത്തിൽ സമാജത്തിൻ്റെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മനോഹരമായ സദ്യ നൽകിയ പപ്പടം, വൈകുന്നേരം നമുക്ക് തട്ടുകടയിട്ട് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകിയ ബ്രീസ്, അതുകൂടാതെ നിങ്ങൾക്കറിയാം എല്ലാവരും ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട ആ ഫ്രെയിം സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് തന്ന നമ്മുടെ മാജിക് ഫ്രെയിംസ്, അതുപോലെ തന്നെ 7-ാം തീയതി നമുക്ക് സൗണ്ട് സെറ്റ് ചെയ്തു തന്ന അൻസിൽ, അതുകൂടാതെ നമ്മുടെ ഓണ പ്രോഗ്രാം ഇത്രയും വിജയമാക്കി തീർത്തത് നമ്മുടെ 4 ടീമിന്റെ ക്യാപ്റ്റന്മാരാണ്. മേഡം ടീമിന്റെ ക്യാപ്റ്റൻ നിബിൻ ആൻഡ് നോബിൻ, മിഥുനം ടീമിന്റെ ക്യാപ്റ്റൻ ബേസിൽ ആൻഡ് ജയകൃഷ്ണൻ, ധനു ടീമിന്റെ ക്യാപ്റ്റൻ ഡോൺ ബോസ്കോ ആൻഡ് സോണി സോമരാജ്, ചിങ്ങൻ ടീമിന്റെ ക്യാപ്റ്റനായ ഫ്രെഡി ആൻഡ് സിനോ. ഇവരെല്ലാവരെയും ഈ തരുണത്തിൽ നന്ദിയോട് ഓർക്കുന്നു. അതുകൂടാതെ നമ്മുടെ പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ മെമ്പേഴ്സാണ്. നിങ്ങൾ മെമ്പേഴ്സോടെ വന്നില്ലെങ്കിൽ ഈ പരിപാടി വിജയിക്കില്ല. നമ്മുടെ ഓണപരിപാടിക്ക് ജൂലൈ 20 മുതൽ സെപ്റ്റംബർ 20 വരെ വന്ന് സഹായിച്ച നിങ്ങളേവരെയും ഒറ്റ വാക്കിൽ സമാജം കമ്മിറ്റിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സെപ്റ്റംബർ 7-ാം തീയതി ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ അടുത്ത വെല്ലുവിളിയായിരുന്നു ഇതുപോലൊരു ക്രൗഡിനെ തിരിച്ചു കൊണ്ടുവന്ന് അന്ന് വേദിയിൽ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് കളിക്കാൻ പറ്റാതിരുന്ന അവർക്കൊരവസരം കൊടുക്കുക എന്നുള്ളതും ഈ ക്രൗഡിന് മുമ്പിൽ അവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതും കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം അറിയാൻ സാധിക്കും എത്രത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഓണപരിപാടി നടത്തുന്നത്. അതിൻ്റെ മുകളിൽ വെറും 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ മെഗാ ഷോ അറേഞ്ച് ചെയ്തത്. ഈ മെഗാ ഷോ ഇവിടെ അറേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിച്ച നമുക്കറിയാം ഫണ്ടില്ല, കാര്യങ്ങളില്ല. അതോടൊപ്പം തന്നെ ഈ ഷോ ചെയ്യുന്ന ടീമിന് ഡേറ്റ് ഇല്ല. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നാളെ വൈകിട്ട് ഇവർക്ക് ക്രൈസ്റ്റ് ചർച്ചാണ് പ്രോഗ്രാം. നാളെ രാവിലെ 6:30 ഇവർക്ക് പോകണം, ക്രൈസ്റ്റ് ചർച്ചിൽ പ്രോഗ്രാം ചെയ്യണം. അത് കഴിഞ്ഞ് നാളത്തെ കഴിഞ്ഞ് ഡെനഡിനിൽ പ്രോഗ്രാം. നമ്മൾ കരഞ്ഞ് കാല് പിടിച്ച് ശാവനോട് കരഞ്ഞ് കാല് പിടിച്ച് നമ്മളൊരു ഷോ മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരുക്കി വെറും 4 ദിവസം കൊണ്ട്. അതിന് നമ്മളെ സഹായിച്ച നമ്മുടെ സ്പോൺസേഴ്സിനെ നമുക്ക് ഒട്ടും മറക്കാൻ സാധിക്കില്ല. വീണ്ടും ടോട്ടൽ അഷുറൻസിന്റെ ഷിജു രാജപ്പൻ, അതുപോലെ തന്നെ ഒന്ന് വിളിച്ചാൽ അപ്പം തന്നെ ഓടി ഒന്ന് സഹായിക്കുന്ന നമ്മുടെ ഈസി മൈഗ്രേറ്റിലെ ഫെബിൻ ആൻഡ് ആഷി, കൂടാതെ ജസ് മോട്ടോസ് ആൻഡ് മാജിക് ഫ്രെയിംസ്. ഇവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. വീണ്ടും ഞങ്ങളുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ഇന്ന് നമുക്ക് തട്ടുകട ഒരുക്കി നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന പപ്പടംസിനുള്ള നന്ദിയും ഈ തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഈ മനോഹരമായ സ്റ്റേജ്, ഈ പ്രൊജക്ടറും ഈ സ്റ്റേജും ഈ ലൈറ്റും ഈ സൗണ്ടും ഇതെല്ലാം ഇന്ന് രാവിലെ 8:30 മുതൽ ഈ നിമിഷം വരെ ഈ ഹോളിന് പുറത്തേക്ക് ഷെയർ പോയിട്ടില്ല. വളരെ വളരെ മനോഹരമായി നമ്മുടെ ഈ പരിപാടി ഭംഗിയാക്കാൻ നമുക്ക് വേണ്ടി സഹായിച്ച നമ്മുടെ ഒപ്പം നിന്ന ഷെലിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ശ്യാം, വെബ് മീഡിയ
ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓണർ കൂടിയ ശ്യാമിനോടുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിച്ചു കൊടുക്കും. ഇനി റിസൾട്ട് പറയാനുള്ള സമയമാണ്. പൂക്കളത്തിൽ നിന്ന് തുടങ്ങാം. പൂക്കളം തേർഡ് പ്രൈസ് ഗോസ് ടു രണ്ട് ടീമാണ്, ധനു ആൻഡ് മിഥുൻ 271 പോയിന്റ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചിങ്ങം 277 പോയിന്റ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മേളം 285 പോയിന്റ്. അടുത്തതായി നാടൻമട്ടൻ തേർഡ് പ്രൈസ് ഗോസ് ടു മേളം 274 പോയിന്റ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മിഥുനം 282.5 പോയിന്റ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ധനു 289 പോയിന്റ്. അടുത്ത മൈമാണ്. ക്ഷമിക്കണം, ഈ നമുക്ക് ഷോ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടത്, കാരണം ആർട്ടിസ്റ്റുകൾക്ക് വീട്ടിൽ പോയി കിടന്ന് രാവിലെ എഴുന്നേക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിലാണ് വായിക്കുക, നിങ്ങൾക്ക് അവിടെ ഫുൾ എൻജോയ്മെന്റ്. അടുത്തത് മൈ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു തേർഡ് പ്രൈസ് ഗോസ് ടു ചിങ്ങം 266 പോയിന്റ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മിഥുനം 282.5 പോയിന്റ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് രണ്ട് ടീമുകൾക്ക് മേളം ആൻഡ് ധനു 286.5. Third prize goes to Chimyam 573.5 points. Second prize goes to Dhanu 578 points. And first prize goes to Medam 581.5 points. അടുത്തത് സീനിയർ ഡാൻസ് ആണ്. Third prize goes to Medam 188 points. Second prize goes to Dhanu 188.5 points. And first prize goes to Chingam 189 points. അങ്ങനെ നമ്മുടെ ഓണപരിപാടിക്ക് ശേഷം ഈ ഇരിക്കുന്ന ട്രോഫികൾ ആര് സ്വന്തമാക്കും എന്നറിയാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. നമ്മുടെ 2024 ഹാമിൽട്ടൺ കേരള സമാജത്തിന്റെ ഓണാഘോഷത്തിൽ 62 പോയിന്റോടുകൂടി 4ാം സ്ഥാനത്ത് മിഥുനം ടീം. കൺഗ്രാറ്റ്സ് ടു ഓൾ മിഥുനം ടീം. താങ്ക് യു. ആൻഡ് തേർഡ് പ്രൈസ് ഗോസ് ടു ചിങ്ങം 77 പോയിന്റ്. And second prize goes to, any guess? Second prize goes to Madam. Trophy നൽകുവാനായി Madam team's captain Nubin and Nubin, please come to the stage. Captain Mar Matram. Governor Sri Gunji Governor, വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Nubin and Nubin, please come to the stage. Madam team captains, Nubin and Nubin. നമ്മുടെ
ഹാമിൽട്ടൺ കേരള സമാജ മുൻ പ്രസിഡന്റായിരുന്ന തോമസ് അങ്കിളിൻ്റെ മെമ്മോറിയലാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസിനുള്ള എവർ റോളിംഗ് ട്രോഫി. അത് നൽകാനായി സിനിയാട്രസ് രമ്യ നമ്പീഷിനെയും ത്രീസ് ആൻറ്റിനെയും ഇതിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു 119 പോയിന്റോടുകൂടി ടീം ധനു. Captains, please come to the stage. Don Bosco and Sony. Okay, thank you everyone.